എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ഈ ചാനൽ 4 വ്യത്യസ്തമായ ഭാഷയിലായിരിക്കും ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ വിൽ ബി ഇൻ ഇംഗ്ലീഷ്, ദൂസര ഹിന്ദി മേ, തീസരി മറാഠിमध्ये ആൻഡ് ദെൻ ദ ഫോർത്ത് ലാംഗ്വേജ് മലയാളത്തിലായിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിൽ ബി എ സർപ്രൈസ് ഫോർ എവ്രി വൺ. ദിസ് ഈസ് ബേസിക്കലി എ കുക്കറി ഷോ ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ വിൽ ബി ദ ഓൺലി പേഴ്സൺ ഹൂ ഈസ് കുക്കിംഗ്. ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലോ ഉസ് ജഗह का जो कोई भी खाना या पदार्थ बन रहा है, I'll be cooking that, or the person over there, they'll be cooking and I'll be doing the shooting. So how this channel will be a special one, in the coming episodes you'll come to know. I Mini signing off for Mini's Taste Bud along with my camera person Vijayta Ranju and my graphic designer Ranjit Ambadi. Jai Hind. ചപ്പാത്തി ഉപ്പുമാവിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് ചപ്പാത്തി ഇന്നലത്തെ ചപ്പാത്തിയാണ്. അതിന് മിക്സറിനകത്തിട്ട് ഒരു കറക്കുമ്പം അതിങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു പിടി കപ്പലണ്ടി, 5-6 ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ ഉപ്പുമാവിനിടുമ്പം വെജിറ്റബിൾസ് ആവശ്യമുള്ളവരിട്ടാൽ മതി. ഇതിപ്പം ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ ഞാൻ ഒഴിക്കുന്നത് റൈസ് ബ്രാൻ ഓയിൽ. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇത് തന്നെ വേണമെന്നില്ല. അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഗ്യാസിനെ ഒന്ന് കുറച്ചിട്ട് അതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. കപ്പലണ്ടിയുടെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിച്ചാലും നല്ലത് തന്നെയാണ്. അതിനകത്താണ് വൈറ്റമിൻസ് ഒക്കെ ഉള്ളത്. അതൊന്ന് കപ്പലണ്ടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച് ബീൻസ് ഇട്ട് അതും ഒന്ന് മൂക്കണം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം, ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ളത് ഇടാം അതിനകത്ത്. എന്നിട്ട് അതിനകത്ത് ഇനി ഇടാൻ പോകുന്നത് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചക്കുത്ത് പോകുന്ന വരെ വഴറ്റണം. അതിനെ നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് ഉള്ളിയാണ്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി. ആ ഉള്ളി മൂക്കാനായിട്ട് ഒരു തരി ഉപ്പിട്ട് കൊടുക്കണം. നമ്മളിപ്പം കുറേ ഏറെ ഇടുന്നുണ്ട്, കാരണം നമ്മളുടെ ചപ്പാത്തി ക്രംസിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഇടുന്നത് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ്. അത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിലിടയ്ക്ക് ഇടാം, വെജിറ്റബിൾസ് ഏതായാലും. എന്നിട്ടിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളിടുന്നത് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. ടൊമാറ്റോയിലെ ആ ഇട്ടേക്കുന്ന ഉപ്പും മഞ്ഞളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പിടിച്ചു വരണം. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. അതൊരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചാൽ മതി. പക്ഷേ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ടൊമാറ്റോ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിലാണ് നമ്മുടെ ചപ്പാത്തി ക്രംസ് വേകേണ്ടത്. ചപ്പാത്തി ക്രംസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശരിക്കും ഇളക്കി കൊടുക്കണം. അതിനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകണം. ഇത് തലേന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്ന ചപ്പാത്തിയുടെ ക്രംസാണ്. ഇന്ന് ഉണ്ടാക്കിയത് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരിത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം. അധികമാകരുത്, നിങ്ങളുടെ ചപ്പാത്തി ഉപ്പുമാവ് കുഴഞ്ഞു പോകും. കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. നമ്മളുടെ ചപ്പാത്തി ഉപ്പുമാവ് റെഡിയാണ്.
ഒന്ന് ഇളക്കി നോക്കുക. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഗ്യാസ് എപ്പോഴും സിമ്മിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റ് മാറും. ഗ്യാസ് ഓഫ് ചെയ്തു. നീ നോക്കുക, അതിൻ്റെ ഫ്ലോയിങ് കൺസിസ്റ്റൻസി കണ്ടോ? അപ്പോൾ നമ്മളുടെ ചപ്പാത്തി ഉപ്പുമാവ് റെഡി. ഇനി നമുക്കതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചപ്പാത്തി ഉപ്പുമാവ് ഇഷ്ടമായെന്ന് കരുതുന്നു. അതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കുക്കിംഗ് ഈസ് ആൻ ആർട്ട്. എൻജോയ് കുക്കിംഗ്, enjoy serving and enjoy eating it. Thank you.